കൊല്ലത്ത് മകൾ ആൺ സുഹൃത്തിനൊപ്പം പോയതിൽ മനംനൊന്ത് മാതാപിതാക്കൾ ജീവനൊടുക്കിയ സംഭവമൊക്കെ നാം ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത്. അന്യജാതിയിൽപ്പെട്ട യുവാവിനൊപ്പമായിരുന്നു മകൾ ഇറങ്ങിപ്പോയത്. ഈ സംഭവത്തിൽ മനംനൊന്താണ് മാതാപിതാക്കൾ ജീവനൊടുക്കിയത്. എന്നാൽ ഇങ്ങനെ മനംനൊന്ത് ജീവനൊടുക്കാൻ തീരുമാനമെടുക്കുമ്പോൾ തങ്ങളുടെ മൃതദേഹം പോലും മകളെ കാണിക്കരുതെന്ന് ആ അച്ഛനമ്മമാർ തീരുമാനമെടുത്തിരുന്നു. ഇതിൽ ആരെ പഴിക്കണം എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഉറ്റവർ. ഇതേക്കുറിച്ച് ഡോക്ടർ അനുജ ജോസഫ് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാവുകയാണ്. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: മകൾ സുഹൃത്തിനൊപ്പം പോയതിനെ തുടർന്ന് കൊല്ലത്ത് ദമ്പതികൾ ആത്മഹത്യ ചെയ്തു. 55 വയസ്സുള്ള ഉണ്ണികൃഷ്ണപിള്ള, 47 വയസ്സുള്ള ബിന്ദു എന്നിവരാണ് മരണമടഞ്ഞത്. ഈ വാർത്ത ഒരേ സമയം വേദനയും, മറുവശത്ത് ഇവർ ഇത്രയ്ക്കും ശുദ്ധാത്മാക്കളായി പോയല്ലോ എന്നോർത്ത് സങ്കടവും. തെറ്റും ശരിയും തിരിച്ചറിയാൻ പ്രാപ്തിയുള്ളവരാണ് ഇന്നത്തെ കുട്ടികളിൽ ഏറെയും. തങ്ങളുടെ ജീവിത പങ്കാളി ഇന്നയാളായിരിക്കണം എന്നൊക്കെയുള്ള തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തവരല്ല. മേൽപ്പറഞ്ഞ സംഭവത്തിൽ ആ പെൺകുട്ടി വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കുന്നു. തനിക്കിഷ്ടമല്ലാത്ത ഒരാളുടെ കൂടി ജീവിതം എരിഞ്ഞു തീർക്കുന്നു. അപ്പോൾ മാതാപിതാക്കന്മാർക്ക് സന്തോഷം, സമൂഹത്തിന് മുന്നിലെല്ലാം ഓക്കെ. എന്തൊക്കെ? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ തങ്ങളുടെ കുട്ടികളുടെ സന്തോഷം കണ്ടില്ലെന്ന് നടിക്കുന്നു. ബലമായി നീ ഈ ആളോടൊപ്പം ജീവിച്ചാൽ മതിയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അടുത്തിടെ എനിക്ക് പരിചയമുള്ള ഒരു പ്രൊഫസർ പറഞ്ഞതാണ്: അനുജ്, എൻ്റെ മൂത്ത മകൾ വിവാഹം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടരിലുള്ള ആളല്ല. അവളുടെ ഇഷ്ടം ഞങ്ങൾ നടത്തി കൊടുത്തു. ഇന്നവർ ഹാപ്പിയായി ജീവിക്കുന്നത് കാണുമ്പോൾ അവളുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇളയ മകൾക്കും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. മക്കളുടെ ഇഷ്ടം നടത്തിയാൽ അത് നല്ലത് വരുത്തില്ല എന്നാകും ഒരു കൂട്ടർക്ക്. വരും വരായികൾ പറഞ്ഞിട്ടും മാറ്റമില്ലെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക. വിവാഹം എന്നത് മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ്. പൊരുത്തപ്പെടാൻ കഴിയാത്ത ബന്ധങ്ങളിൽ ശ്വാസം വിടാൻ പോലും സാധിക്കാതെ ഇന്നും സമൂഹത്തെ പേടിച്ച് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റിലും. ഉണ്ണികൃഷ്ണൻ സാറിനോടും ബിന്ദു ആന്റിയോടും നിങ്ങൾക്ക് വേണ്ടി കൂടെ ജീവിക്കണമായിരുന്നു, മോളായിരുന്നു തങ്ങളുടെ ജീവനും ജീവിതവും എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ പറയുമായിരിക്കും. അതല്ലായിരുന്നു സത്യം. കുട്ടികളെ സ്നേഹിക്കേണ്ട എന്നല്ല, അവർക്ക് ആവശ്യമുള്ളതൊക്കെയും ചെയ്തു കൊടുക്കുക. കൂട്ടത്തിൽ തങ്ങളുടെ ജീവിതം മറക്കാതിരിക്കുക. ആരും ആർക്കും സ്വന്തമല്ല. ഒരളവിൽ കൂടുതൽ ആർക്കും ആരുടെയും സ്നേഹം ആവശ്യമില്ല. അതാണ് ഇന്നിൻ്റെ ലോകം. അതേസമയം മകൾ ആൺ സുഹൃത്തിനൊപ്പം വീട് വിട്ടുപോയതിൽ മനംനൊന്താണ് കൊല്ലത്ത് അച്ഛനും അമ്മയും ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചതിന് പിന്നാലെ ജീവൻ ഒടുക്കിയത് എന്നാണ് വിവരങ്ങൾ. കാളിയം ചന്ത സ്വദേശി ഉണ്ണികൃഷ്ണപിള്ള ഭാര്യ ബിന്ദുവുമാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ആത്മഹത്യ ചെയ്തത്. എന്തു വന്നാലും തങ്ങളുടെ മൃതദേഹം മകളെ കാണിക്കുക പോലും ചെയ്യരുത് എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടാണ് ഇരുവരും ജീവൻ ഒടുക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലം പാവുമ്പ കാളിയം ചന്തയിലായിരുന്നു സംഭവം. വ്യോമസേനയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഉണ്ണികൃഷ്ണപിള്ളയും ഭാര്യ ബിന്ദുവുമാണ് ഏക മകൾ ആൺ സുഹൃത്തിനൊപ്പം പോയതിൽ മനംനൊന്ത് ജീവനൊടുക്കിയത്. ഇരുവരും അമിതമായി ഉറക്കഗുളിക കഴിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. പാവുമ്പ കാളിയം ചന്തയിലാണ് സംഭവം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇരുവരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ബിന്ദു അന്ന് തന്നെ മരിച്ചു. ഉണ്ണികൃഷ്ണപിള്ള ചികിത്സയിലിരിക്കെ കഴിഞ്ഞ നാളിൽ മരണപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.